നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെ നെടുംതൂണായി പ്രവർത്തിച്ചിരുന്ന മർഹൂം ഇബ്രാഹിം ഫൈസി അവരുടെ മകൻ ശ്രീ സൽമാൻ സിദ്ദീഖ് വടക്കാങ്ങര അവരെ അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഞങ്ങളുടെ തലമുറയുടെ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ പ്രത്യേകിച്ചും ഈ കാര്യങ്ങളിൽ അത്രയൊന്നും കോൺസെൻട്രേറ്റഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സംഗതികളൊന്നും ഞാനും നേരത്തെ ആലോചിക്കുകയോ കുടുംബത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട വല്യുപ്പ വടക്കാങ്ങര മൊയ്തീൻ കുട്ടി, അള്ളാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൻ്റെ ചരിത്രങ്ങൾ വല്യുപ്പയുടെ കയ്യിൽ ധാരാളം ഉണ്ടായിരുന്നു. കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ചരിത്രങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നന്നായി പത്രം വായിക്കുകയും നന്നായി വിവരങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കേട്ട കാര്യങ്ങളും വാർത്തയിൽ വായിച്ച കാര്യങ്ങളും ബാക്കിയുള്ള ആളുകളോട് പറയുക എന്നത് അവരുടെ ഒരു ശീലമായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഒരു പുസ്തകവും പേപ്പറും ഒരു പേനയും വാങ്ങിയിട്ട് അവിടുന്ന് എഴുതിച്ചു. നമ്മുടെ തോട്ടുപോയിൽ പള്ളിപ്പടി, നമ്മുടെ പള്ളിയിൽ മറവ് വെട്ട് കിടക്കുന്ന മുഹമ്മദ് എന്ന് പേരുള്ള എത്ര ആളുകളുണ്ട്, അഹമ്മദ് എന്ന് പേരുള്ള എത്ര ആളുകളുണ്ട്, ഖദീജ എന്ന് പേരുള്ള എത്ര ആളുകളുണ്ട്, അങ്ങനെ ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര്, ഈ പേരിൽ ഇത്ര ആളുകൾ മറവിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയാൻ മാത്രം. അതേപോലെ വടക്കാങ്ങര കുടുംബത്തിൽ ഇത്ര ആൺ ആ പള്ളി ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്നുണ്ട്, ഇത്ര പെണ്ണ് അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയാൻ മാത്രം മെമ്മറിയിൽ ഈ കുടുംബവും ചരിത്രങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ കുടുംബവും നമ്മുടെ ചേർച്ചയും നമ്മൾ പരസ്പരം സ്നേഹിക്കാനുള്ളതും കൂടാനുള്ളതും നമ്മൾ കുടുംബം അറിയാനുള്ളതും മനസ്സിലാക്കാനുള്ളതുമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബൈത്ത് നമ്മോട് സൂചിപ്പിക്കുന്ന, കവിത സൂചിപ്പിക്കുന്ന ഒരു സംഗതി, കുറച്ച് തലമുറ അപ്പുറം പോയാൽ നമ്മുടെയൊക്കെ തലമുറ മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ നമ്മുടെ നാടിൽ പ്രചരിപ്പിച്ചപ്പോൾ നമ്മുടെ ഉപ്പാപ്പമാർക്ക് കിട്ടിയ മഹത്തായ സന്ദേശമാണ് ഞാനും നിങ്ങളും സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഈ തൗഹീദ്. അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിച്ചത്. ഈ തലമുറ എണ്ണിയാൽ ഒരു 8-9 തലമുറ അപ്പുറം ഈ ഇസ്ലാം സ്വീകരിച്ച സംഗതി നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 9 തലമുറ 8 തലമുറ അപ്പുറത്ത് തൗഹീദിന്റെ ആളുകളായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിച്ച ആളുകളായി നമ്മുടെ കുടുംബത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ബഹുമതിയും അതിൻ്റെ തറവാടിത്തവും അഭിമാനവുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി സ്നേഹസംഗമവേദി ഒരൽപ്പം ചരിത്ര വിശദീകരണത്തിന് വഴിമാറുകയാണ്. 1.5 പതിറ്റാണ്ട് കാലത്തോളം വടക്കാങ്ങര കുടുംബത്തിന്റെ ഊരും പേരും അഡ്രസ്സും അടിത്തറയും തേടി കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി നമ്മുടെ കുടുംബ സംഗമത്തെ ഈ കാണുന്ന ജനബാഹുല്യ സദസ്സാക്കി മാറ്റിയതിൽ അതുല്യ പങ്കുവഹിച്ച മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് വടക്കാങ്ങര ഈ കുടുംബ സംഗമത്തിന്റെ ചരിത്ര അവലോകനം നടത്തുന്നു. ശ്രീ ലത്തീഫ് സാഹിബിനെ അതിനുവേണ്ടി അധ്യക്ഷന്റെ സമ്മതത്തോടെ സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. സ്നേഹാദരണീയരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, വലിയ പ്രൗഢഗംഭീരമായ ഒരു കുടുംബ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ വളരെ സന്തോഷം. നമുക്കറിയാം, 2011 ആദ്യമായി നമ്മൾ കുടുംബ സംഗമം എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടിരുന്നത്. അത് ഈ രൂപത്തിലെത്തണം എന്ന് നമുക്കും നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ തുടക്കം കുറിക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന, പ്രത്യേകം എടുത്തു പറയാൻ ഉസ്താദ് ഇബ്രാഹിം ഫൈസി ഉൾപ്പെടെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ വേദിയിൽ അദ്ദേഹം നമുക്കറിയാം പ്രൗഢഗംഭീരമായ ചരിത്ര പ്രഭാഷണം ഈ വേദിയിൽ നടത്തിയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നു. പക്ഷേ വളരെയധികം സംസാരിക്കുമ്പോൾ പ്രയാസം തോന്നുന്ന രൂപത്തിൽ, മരിക്കുന്നതിനും
അസുഖം വരുന്നതിന് 2-3 ദിവസം മുമ്പ് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. സംഗമത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് നമുക്കൊരു ബുക്ക് ഇറക്കണം, അത് വളർത്തി എല്ലാ വടക്കാങ്ങര കുടുംബാംഗങ്ങളുടെയും കയ്യിലെത്തിപ്പെടുത്തണം എന്നുള്ള പ്രത്യേക ഉപദേശം. റബ്ബിൻ്റെ അനുഗ്രഹത്താൽ പുസ്തകം നമുക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു പത്രത്തിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്കൊരു സപ്ലിമെൻ്റ് ഇറക്കാം എന്നെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ നമ്മളോട് വളരെയധികം അതിനുവേണ്ട സപ്പോർട്ടുകൾ ചെയ്തു തന്നു. അത് വളരെ സന്തോഷത്തോടുകൂടി കുടുംബ സംഗമത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അത് പാസ്സാക്കുകയും അതിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. നമുക്കറിയാം, കുറച്ച് കാര്യങ്ങൾ ഏതാണ്ട് അത്യാവശ്യത്തിന് വേണ്ട സംഗമ ചരിത്രങ്ങൾ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ നമ്മളിൽപ്പെട്ട പ്രധാന കണ്ണികളായിട്ടുള്ള കുറച്ച് അറിയപ്പെടുന്ന ആളുകളെ നമ്മൾ അവരുടെ ചരിത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലത്തെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ണിൽ പെടാതെ പോയതും ഇനി കാണാൻ സാധ്യതയുള്ളതുമായ ആളുകളും ഉണ്ടാവാം. അതും ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇബ്രാഹിം ഫൈസി പറഞ്ഞതുപോലെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സപ്പോർട്ടോട് കൂടി നമുക്കൊരു പുസ്തകം ഇറക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ പഠനവും ഇതിൻ്റെ ചരിത്രവും ഓരോരുത്തരും കാര്യഗൗരവത്തോടു കൂടി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഓരോ വ്യക്തികളോടും പറയാനുള്ളത്. ഇതൊരു വലിയ കടലാണ്. നമുക്കിത് പഠിച്ചാൽ ഏതറ്റം വരെ പോവാൻ സാധിക്കുമെന്നറിയില്ല. വളരെ കുറഞ്ഞ ഒരു ഏരിയയിൽ നിന്നും, നമുക്കറിയാം പയ്യനാട് വടക്കാങ്ങര പ്രദേശത്ത് നിന്നും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലൂടെ ഛിന്ന ഭിന്നമായി പോയിട്ട് എല്ലാ ഏരിയകളിലും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പല ഏരിയകളിൽ നിന്നും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വയനാട് ഭാഗങ്ങളിൽ നിന്ന് കുറേ ആളുകൾ വരാനുണ്ട്. അത് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിചയപ്പെട്ട കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനിയും വരാനുണ്ട്, അവരെ അറിയിക്കാനുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറകെ മുന്നോട്ട് പോവും, ഇനിയും ഇത് തുടരും എന്നു തന്നെയാണ് അതിനോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, 6ാം തലമുറ എന്നാണ് നമ്മുടെ ചരിത്രം നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. 6ാം ചരിത്രം ഏതാണ്ട് 400-420 വർഷക്കാലത്തോളം പഴക്കമുള്ള ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ കുടുംബമായിട്ടാണ് വടക്കാങ്ങര കുടുംബം അറിയപ്പെടുന്നത്. ഈ 420 വർഷത്തിന് മുമ്പ് മങ്കട വടക്കാങ്ങരയിൽ നിന്നും വന്നു എന്നാണ് നമ്മളുടെ ചരിത്രം പറയപ്പെടുന്നത്. ഏതാണ്ട് മങ്കട വടക്കാങ്ങരയിൽ നമ്മളുടെ വീട്ടുപേരിൽ ആളുകൾ കുറവാണ്. ആളുകളെ ഞങ്ങൾ അന്വേഷിച്ചെത്തിയിട്ട് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അവർ പയ്യനാട് വടക്കാങ്ങരയിൽ വരികയും തരിശായ ഒരു ഭൂമിയിൽ ഒരൊറ്റ വീട് വെച്ച് ആ വീട്ടിൽ നിന്നും 1000 വീടുകളായി മാറി ഈ സമുദ്രമായി മാറിയത് ഈ ഒരു പയ്യനാട് പ്രദേശത്തിൽ നിന്നും പുറപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാണ് എന്നാണ് ചരിത്രം നമ്മളെ എഴുതി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യനാട് ഭാഗത്തിൽ നിന്നും മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും തിരുവിതാംകൂർ ഇടുക്കി ഭാഗങ്ങളിൽ 42 വീടുകൾ നമ്മളുണ്ടെന്ന് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെ അറിയിക്കാനോ അവരുമായി ബന്ധപ്പെടാനോ ഇന്ന് നമ്മുടെ അടുത്ത് നിലവിൽ പ്രായമായ ആളുകൾക്ക് ഒന്നും അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടരും. ഈ ഇടുക്കി ഭാഗങ്ങളിലും കോട്ടയം ഭാഗങ്ങളിലും സഞ്ചരിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് നമ്മളുടെ ഇടയിലേക്ക് തിരിച്ചു വീണ്ടും കാളികാവ് ഭാഗം, എടക്കര, അതുപോലെ തന്നെ മമ്പാട് ഭാഗങ്ങളിൽ കൂടെയൊക്കെ പാസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആ കുടുംബങ്ങൾക്കിടയിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭാഷാ സംബന്ധമായി മലപ്പുറം ജില്ലയിലെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭാഷയാണ് തിരുവിതാംകൂർ ഭാഗങ്ങളിലേക്ക് പോയ നമ്മുടെ വടക്കാങ്ങരക്കാർക്ക് എഴുത്തു ഭാഷയിൽ വരുമ്പോൾ അവർ വടക്കാങ്ങര എന്നുള്ളത് വടക്കേങ്ങര എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സഹോദരൻ സിംസാറുൽ ഹക്ക് ഹുദവി ഉസ്താദ് മമ്പാടാണ് താമസം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ID പ്രൂഫ് കണ്ടപ്പോൾ അതിൽ എക്ക് പകരം ഈ ആണ്, വടക്കേങ്ങര എന്നാണ് എഴുതി കണ്ടിട്ടുള്ളത്.
നമ്മുടെ പയ്യനാട് വടക്കാങ്ങര ഭാഗത്തു നിന്നും താമസം മാറിപ്പോയ കുടുംബത്തിലെ ഒരു കണ്ണിയാണ് അദ്ദേഹം. കൂടുതലൊന്നും അകലമില്ലാതെ കണ്ണിൽ കാടുന്ന വല്യവാപ്പമാരുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊഴിലും പഠനവുമായി കാലങ്ങൾ പ്രവാസ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വരാൻ ശ്രമിക്കാമെന്നും വീട്ടിൽ പോയി ഞങ്ങൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്ന് ഈ നടന്ന സദസ്സിൽ അദ്ദേഹം വന്നു. അദ്ദേഹത്തെ കാണാൻ ഇവിടെ കുറേ ഉമ്മമാരും ഉപ്പമാരും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചരിത്രങ്ങൾ പറയുന്നത് പ്രകാരം നമുക്കറിയാം, ഏതാണ്ട് 180 വർഷക്കാലം മുമ്പ് ഒരു ഓത്തുപാടം എന്ന ഒരു ചരിത്രം ഈ കുടുംബത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. പയ്യനാട് ഭാഗത്ത് കുറഞ്ഞ സ്ഥലം നമ്മുടെ വല്യുപ്പാൻ്റെ ഉപ്പ ഈ ചരിത്രത്തെ ഒരു 40 സെൻറ്റ് സ്ഥലം അദ്ദേഹം നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ 40 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും കിട്ടുന്ന കൃഷി നടത്തിയിട്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വർഷത്തിലൊരിക്കൽ വിളിച്ചിട്ട് ഖുർആൻ പാരായണം അത് നടത്തിപ്പുകാരനായ അദ്ദേഹം ഖുർആൻ പാരായണം നടത്തുകയും അതിനോടനുബന്ധിച്ച് ആ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം അദ്ദേഹം അവിടെ വഖഫ് ചെയ്തത്. ഇന്നും ആ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഉടമ, ഇപ്പോഴത്തെ ഉടമ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോയോ എന്നെനിക്കറിയില്ല. നമ്മുടെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് വളരെ പ്രയാസത്തിലാണ്. എന്നാലും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സപ്ലിമെൻറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ രൂപത്തിൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ജ്യേഷ്ഠാനീയ മക്കൾ ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഇപ്പോൾ പുതിയൊരു ചർച്ച കൂടെ വഴിത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു സംഗമം സംഘടിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ സംഗമം മാത്രമല്ല, ഇതിൽ തൊഴിൽ ചെയ്തൊരു വരുമാനമുണ്ടാക്കാനും നമുക്ക് സാധിക്കില്ല. കാലം മാറിപ്പോയി. അതുകൊണ്ട് ഇനി ആ ഒരു സ്ഥലം അതിൻ്റെ യഥാർത്ഥ ഉടമകളെ ഏൽപ്പിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് മുന്നോട്ട് പോയാൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അവർ ജ്യേഷ്ഠാനീയന്മാർ കൂടിയിട്ട് അതൊരു പള്ളിയിലേക്ക് ദാനം ചെയ്താലോ എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു നാഥനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നോക്കാൻ ആളില്ലാത്തൊരു ഗതിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ആ വ്യക്തികൾ മഗ്രിബ് മുതൽ ഇശാ വരെ ഈ നമ്മിൽ നിന്നും പൂർവികരായി മരണപ്പെട്ട പോയ ഇവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും പ്രാർത്ഥിക്കുകയും വേണം. ഇതൊരു പക്ഷേ പൂർണ്ണമായി സാധിച്ചോളണമില്ല എന്നാണ് ഇപ്പോഴത്തെ കാരണവന്മാരുടെ കാഴ്ചപ്പാടിൽ. വരുന്ന തലമുറക്ക് പാഠം നോക്കാൻ പോലും സമയമുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം വരുത്തണം എന്നുള്ളൊരു ചർച്ച ഇതിൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചരിത്രം നിലനിൽക്കുന്ന നമ്മുടെ വല്യുപ്പാപ്പമാർക്ക് ഒരാഗ്രഹമുള്ളൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ലക്ഷ്യം സാധാരണക്കാരനായ നമ്മളുടെ കുടുംബങ്ങളുണ്ടല്ലോ, ഈ കുടുംബങ്ങൾക്ക് ഭക്ഷണം ദാനം ചെയ്യാൻ തയ്യാറുണ്ടാവുന്ന ഒരു കുടുംബത്തെ ആരുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായി കളക്ഷൻ നടത്താതെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നായിരുന്നു വല്യുപ്പമാരുടെ ലക്ഷ്യം. പക്ഷേ കാലഘട്ടം നമ്മുടെ കൃഷിയിൽ നിന്നും വരുമാനമില്ലാത്തത് കൊണ്ട് അത് നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബത്തിൽ വളർന്ന കുറേ സാമ്പത്തികമായി എന്തെങ്കിലും ഒക്കെ മെച്ചപ്പെടുന്ന ആളുകൾ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനും സ്റ്റേജിലിരുത്തി പുകഴ്ത്തി പറയാനും പ്രയാസമുണ്ടെങ്കിലും എൻ്റെ സഹോദരൻ ഷെരീഫ് എന്ന നാണി വളരെയധികം സപ്പോർട്ടോടുകൂടി നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ഓരോ വ്യക്തികളും നമസ്കരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും പ്രത്യേകിച്ച് ഉസ്താദുമാരോടും നമുക്ക് പറയാനുള്ളത്, നമ്മുടെ സംഗമത്തിൻ്റെ അത്താണിയുടെ 1-ാം ഘട്ട ലക്ഷ്യക്കാരൻ, അമരക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തണമെന്നാണ് എനിക്ക് എൻ്റെ ഈ സ്ഥാന കൺവീനർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകം പറയാനുള്ളത്. സാമ്പത്തികമായി നമുക്കൊരുപാട് ചെലവുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും.
പക്ഷെ ആരോടും നമ്മൾ പണം ചോദിക്കരുത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കാരണം നമ്മളുടെ ഒത്തുപാടത്തിൻ്റെ വല്യുപ്പമാരുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഏതാണ്ട് 10-12 പേരുടെ സഹായത്തോടു കൂടി 12 പേരുടെ സഹായത്തോടെയാണ് ഇതുവരെ നമ്മളുടെ സംഗമ പരിപാടികൾ നടന്നുപോയിട്ടുള്ളത്. ആർക്കെങ്കിലും സാമ്പത്തികമായി എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ പ്രയാസപ്പെടാത്തവനാണ്, എനിക്കിത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സംഗമം നടക്കുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റെസീറ്റ് വാങ്ങാനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആരോടും നമ്മൾ ക്യാഷ് ചോദിച്ചിട്ട് സംഗമം എല്ലാവരും നടത്തുന്നത് പോലെ ക്യാഷ് വാങ്ങി സംഭവം നടത്തുക എന്നുള്ള ലക്ഷ്യം വടക്കാങ്ങര കുടുംബ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇല്ല എന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകണം. ഈ സംഗതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴുള്ള ഈ 40 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. കുടുംബം വേണം, ബന്ധങ്ങൾ സ്ഥാപിക്കണം, കാണുമ്പോൾ സംസാരിക്കണം, സലാം പറയണം, ലക്ഷ്യങ്ങൾ പലതുമുണ്ട്. പക്ഷേ യുവാക്കളെ നമ്മളുടെ മുന്നിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സംഗമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. ഇപ്പോൾ 13 വർഷത്തിനുള്ളിൽ 3 ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നു. വലിയ റിസ്ക് ഉണ്ടെങ്കിലും നമ്മളുടെ യുവാക്കളെ കൊണ്ടുവന്ന് കളിപ്പിച്ച് എത്രയോ 100-150 ചെറുപ്പക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. ഇവർ വളരെ നന്നായി ഭംഗിയായി നേതൃത്വം പറയുന്നത് കേൾക്കുന്ന രൂപത്തിൽ അവർ കളിക്കുന്നുണ്ട്. അവർക്കുള്ള ട്രോഫിയാണ് നമ്മളിവിടെ വിതരണം ചെയ്തത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ കളിയും നമ്മൾ സംഘടിപ്പിച്ചു. നമ്മളുടെ ലക്ഷ്യം ഈ സംഗമം നമ്മുടെ വല്യുപ്പമാർ മറക്കാത്ത സംഭവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കണ്ടുമുട്ടുന്നതിനും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ഇതിനൊരു ദുരുദ്ദേശങ്ങളും ഇല്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടുമെന്ന് ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ ഓരോ പ്രവർത്തകരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെ 4-5 പേർ വളരെ സജീവമായി എൻ്റെ കൂടെ നമ്മുടെ ഭാഷയിൽ, പുതിയ യുവാക്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കട്ടക്ക് നിന്നിട്ടുള്ള അബു ഹാജി നമ്മളുടെ ചെയർമാനാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിപ്പാറയിലുള്ള കുഞ്ഞാപ്പുട്ടിക്കാക്കയും ഷെരീഫ് നാണിയാക്കയും റഫീഖ് മാനുവും സഫീറും അസീസും റിയാസും ഇതുപോലെ രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ആളുകളെ അറിയിക്കലും ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത് നമുക്ക് നേതൃത്വത്തിന് കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിച്ച് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും വടക്കാങ്ങര വീടുകളുണ്ടെങ്കിൽ കയറി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറുള്ള രാവും പകലും സന്നദ്ധരായ പ്രവർത്തകരാണ് നമ്മളുടെ പിന്നിലുള്ളത്. ഈ സംഘാടകർക്കിടയിൽ സജീവമായി പ്രവർത്തിക്കാൻ ഇപ്പോൾ ഈ ഇടയായിട്ട് 2-3 ചെറുപ്പക്കാർ നമുക്കിടയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുന്നവരും പ്രവർത്തിക്കുന്നവരെയും നേതൃത്വം വളരെ വ്യക്തമായിട്ട് വിലയിരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം നമ്മൾ മറക്കാതെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വളരെ വ്യക്തമായ നിലപാടോടുകൂടി കൊണ്ടുപോയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും നമുക്ക് ഇതിലും വലിയ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഇത് മാറ്റാനും ഇത് പ്രവർത്തിക്കാനും നല്ല കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും ആൺ പെൺ വ്യത്യാസമില്ലാതെ എനിക്ക് കുടുംബസംഗമത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ തരുക, ഇതിനു വേണ്ട സന്ദേശങ്ങൾ അയച്ചു തരുക, എല്ലാം ചെയ്തുകൊണ്ട് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിർ ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വേദിത ഒരു കാരുണ്യമയക്ക് സാക്ഷ്യവയുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിന് തൻ്റെ സ്വന്തം ഭൂമി വിട്ടു നൽകുന്നു ശ്രീ ഇസ്ഹാഖ് വടക്കാങ്ങര. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പാലിയേറ്റീവ് അംഗങ്ങളെയും അത് നൽകുന്നതിന് വേണ്ടി വേദിയിലെ നിറസാന്നിധ്യം സെൻസാർ ഹുദവി ഉസ്താദിനെയും ക്ഷണിക്കുന്നു. ഒന്ന് നന്നായിട്ട് കൈയടിച്ചോളൂ കുടുംബങ്ങൾ. എന്തിനാണ് നമ്മൾ പിശുക്കുന്നത്? ഏതായാലും അള്ളാഹു അർഹമായ പ്രതിഫലം ഈ 2 ലോകത്തും അദ്ദേഹത്തിന് നൽകട്ടെ.
നല്ലൊരു മഹനീയ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നൽകാനും സാധിച്ചു എന്നുള്ളത് തീർത്തും അനുഗ്രഹമാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് നന്മകൾ ഉണ്ടാവട്ടെ, കുടുംബത്തിനും നന്മകൾ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരായ വടക്കാങ്ങര കുടുംബ അംഗങ്ങളെ, ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരു മയക്കം സ്വാഭാവികമാണ്. ആ മയക്കം അതിജീവിക്കാനായിരിക്കണം ഈ ഒച്ചപ്പാടും സംസാരവും എന്നെനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോയിരിക്കും. അപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒത്തുചേരുമ്പോഴാണല്ലോ എന്തെങ്കിലും കഥകളും ചരിത്രങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാൻ കഴിയുന്നത്. ഞാനൊരു പ്രഭാഷണത്തിൻ്റെ വേദിയിലല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ സംസാരിച്ചോളൂ. ഇത് സംസാരിക്കാനും പരിചയപ്പെടാനും വരുന്ന സ്ഥലമല്ലേ. വടക്കാങ്ങര അല്ലെങ്കിൽ വടക്കേങ്ങര, അതിൻ്റെ പേര് ലോപിച്ചതും അതിൻ്റെ ചരിത്രവും 6 തലമുറകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ലത്തീഫ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു അന്വേഷണം നടന്നു. അങ്ങനെ ഒരുപിടി ആളുകളെ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേർത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഈ 2ാം സംഗമത്തിൻ്റെ ഒരു 2ാമത്തെ വിജയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകർ, അതോടൊപ്പം ഇവിടെ പാലിയേറ്റീവിന് വേണ്ടി 10 സെൻറ്റ് സ്ഥലം നൽകിയ നമ്മുടെ ഇസ്ഹാഖ് സാഹിബ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമാണത്. അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ ഉപ്പയും വല്യുപ്പയും അമ്പാടുകാരാണ്. അതുകൊണ്ട് പയ്യനാട് പ്രദേശത്ത് എവിടെയോ ആണ് വല്യുപ്പയുടെ തറവാട് എന്നൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്നു. അപ്പം അന്ന് പയ്യനാട് നിന്ന് മമ്പാട്ടേക്ക് വല്ലപ്പോഴും കാണാൻ വന്നിരുന്ന ഒരു അബ്ബാസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, എൻ്റെ ഒരുപാട് മുതിർന്നവരാണ്. ഞാൻ കാണുന്ന കൊച്ചുപ്രായത്തിൽ ഒരു 28-30 വയസ്സൊക്കെ തോന്നിക്കുമായിരുന്നു. അവർ മരണപ്പെട്ടു എന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. ഞങ്ങൾ മമ്പാട് അങ്ങാടിയിൽ താമസിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയും കൊണ്ട് അദ്ദേഹം വരുമായിരുന്നു. അപ്പം ഞാൻ ഉപ്പയോട് ചോദിക്കുന്നത് ആരാണ്? അപ്പോൾ നമ്മുടെ കുടുംബക്കാരനാണ്, അങ്ങ് ദൂരെ മഞ്ചേരി പയ്യനാടിൽ നിന്ന് വരികയാണ് എന്ന് പറയും. ഒരു ഉച്ചനേരത്ത് രാവിലെ വന്ന് ഒരു ഉച്ചയ്ക്ക് 2 മണി 3 മണി വരെ സമയം അവിടെ ഇരുന്ന് ഉപ്പയോട് എന്തൊക്കെയോ സംസാരിക്കുമെന്ന് സ്കൂളിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ ഞാൻ പഠിക്കുന്ന സമയമാണ്. അപ്പം അദ്ദേഹം പിന്നെ ഒരിക്കൽ വന്നപ്പോൾ ഒരു ജീപ്പുമായിട്ട് വന്നതെനിക്ക് ഓർമ്മയുണ്ട്. അത് ഞങ്ങളുടെ തറവാട് വീടിൻ്റെ മുമ്പാട് അങ്ങാടിയിലായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു കുന്നുണ്ട്. ആ കുന്ന് കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡിൽ ബസ് പോകുന്ന റോഡാണത്. അപ്പോൾ ആ കുന്നിൻപുറത്ത് എവിടെയോ ജീപ്പ് പാർക്ക് ചെയ്ത് ഒരു 50 മീറ്റർ നടന്നാൽ വീട്ടിലേക്ക് എത്തും. അപ്പം എനിക്ക് വാഹനം ഓടിക്കുക എന്നത് ചെറുപ്പത്തിൽ വളരെ ക്രൈസായിരുന്നു. ഇപ്പോൾ ആ ക്രൈസൊന്നുമില്ല. അങ്ങനെ അബ്ബാസ്ക ചായ കുടിക്കാൻ പോയ നേരത്ത് ആ ജീപ്പിൻ്റെ ഗിയറൊക്കെ മാറിക്കളിച്ച് വണ്ടി ഉരുണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നാലെ ഇവരൊക്കെ ഓടി വന്ന് ജീപ്പിൻ്റെ ബാക്കിലെ ഡോറ് പിടിച്ച് നിർത്തിയിട്ടാണ് വലിയ റോഡിലേക്ക് ഇറങ്ങാതെ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു വികൃതി കാണിച്ചതൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ പണ്ട് എപ്പോഴോ ദാറുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്ത് പയ്യനാട് എൻ്റെ സുഹൃത്ത് അബ്ദുൽ നാസർ ഹുദവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെയൊക്കെ എപ്പോഴും ദാറുൽ ഹുദയിൽ വെച്ച് കാണുമ്പോൾ, ഞങ്ങൾ ദാറുൽ ഹുദയിൽ എക്സാം എഴുതി മദ്രസയിൽ നിന്ന് നാട്ടിൽ നിന്ന് 5ാം ക്ലാസ് പാസ്സായിട്ട് ദാറുൽ ഹുദയിൽ എത്തിയപ്പോൾ അവിടെ ഇൻ്റർവ്യൂ എടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അതേ പേരുള്ള ഒരു കുട്ടി കൂടെ അവിടെ അഡ്മിഷന് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഉപ്പയോട്. അപ്പോൾ അത് ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അബ്ദുൽ നാസർ ഹുദവിയുടെ ഉപ്പയാണ്. അവരെ ബാവ എന്ന് വിളിച്ചിരുന്നു അല്ലേ ബാവ എന്നായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അങ്ങനെ നാസർ ഹുദവിയെ പരിചയപ്പെട്ടു. അപ്പം ഞാൻ അബ്ബാസ്കയുടെ കഥ പറഞ്ഞു കൊടുത്തു, അദ്ദേഹം വരാറുള്ളതൊക്കെ. അങ്ങനെ ഒരിക്കൽ ദാറുൽ ഹുദയിലെ മാസത്തെ ഒരു ലീവിൽ 2 ദിവസത്തെ ലീവ് കിട്ടുമ്പോൾ പയ്യനാട്
നാസർ ഹുദവിയുടെ വീടിലും, പിന്നെ ഈ അബ്ബാസ് സാഹിബിൻ്റെ വീടാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ വീടൊരു ഓടിട്ട വീടാണ്, അതിൻ്റെ മുന്നിൽ പാറയായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഒരു പയ്യനാടുമായൊരു ചെറിയ ബന്ധം അന്ന് സ്ഥാപിച്ചതിലപ്പുറം പിന്നെ വരാനോ കാണാനോ ഒന്നും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും തഅല്ലമു മിൻ അൻസാബിക്കും, തറവാടുകളൊക്കെ നിങ്ങൾ ചോദിച്ചു പഠിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്നത്തെ തറവാടുകളുടെ പേരുകൾ തലമുറകൾക്കപ്പുറം പറഞ്ഞിരുന്നു, മനഃപ്പാഠമായി പറയുമായിരുന്നു. ഇൽമുൽ അൻസാബ് എന്നാണ് അതിനെ അറബിയിൽ പറയാം, തറവാടുകളെ സംബന്ധിച്ചുള്ള അറിവ്. അത് അറിവുകളിൽ വലിയൊരു അറിവാണ്. എനിക്ക് തോന്നുന്നു ആ അറിവ് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ലത്തീഫ് സാഹിബിനായിരിക്കും കൂടുതലുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഫോളോ അപ്പ്. കാരണം ഞാനിവിടെ ഈ പരിപാടിക്ക് എത്താൻ നിമിത്തമായത് എൻ്റെ ഒരു സമയം മലപ്പുറം ജില്ലയിൽ വേളന് വരുന്നൊരു ദിവസമാവാം. അങ്ങനെ അതൊരു ശനിയാഴ്ചയെ നടക്കുള്ളൂ. എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട, കാരണം നമ്മൾ ഈ ഓട്ടപ്പാച്ചിൽ ആളുകളല്ലേ, ജനങ്ങളുടെ സൗകര്യം ചെയ്ത് സംഗമം വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വരുന്നൊരു ദിവസം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞാണ് നിങ്ങളൊക്കെ ഈ ദിവസത്തേക്ക് ബുദ്ധിമുട്ടാക്കേണ്ടി വന്നത്. ഞാൻ ഇന്ന് രാവിലെ കാസർഗോഡ് നിന്ന് വണ്ടി വിട്ടതാണ്. എനിക്ക് ശരിക്കും 7 മണിക്ക് ഭയങ്കര എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഇവിടെ എത്താൻ അതിരാവിലെ തന്നെ അവിടെ നിന്ന് പുറപ്പെടേണ്ടി വന്നു. അത് നിങ്ങളുടെ ഈ നമ്മുടെയൊക്കെ ഈ സംഗമത്തിൽ ഒന്ന് കൂടണം. കഴിഞ്ഞ തവണ നടന്നപ്പോൾ കൂടാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു സങ്കടം, അതിന് ഒരു പരിഹാരം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ആദ്യമായി ഉരുവിട്ട 4 വിഷയങ്ങളുണ്ട്. ആദ്യമായി ചെയ്തതും 4 വിഷയങ്ങളാണ്. ആദ്യം തിരുനബി പറയുന്നത് അഫ്ഷുസ്സലാം, നിങ്ങളൊക്കെ സലാം പ്രചരിപ്പിക്കണം, സമാധാനം പ്രചരിപ്പിക്കണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. പിന്നെ പറഞ്ഞു അത്ഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അത് ആർക്കെന്നില്ല, കുടുംബങ്ങൾക്കാവാം, നാട്ടുകാർക്കാകാം, സുഹൃത്തുക്കൾക്കാകാം, പാവപ്പെട്ടവർക്കാകാം, പൊതുജനങ്ങൾക്കാകാം. റബീഉൽ അവ്വലിലും റമദാനിലും ബദരീങ്ങൾ ആണ്ടിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ അന്നദാനം ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ഈ ഹദീസാണ്, അത്ഇമു ത്വആം, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. മൂന്നാമത് പറഞ്ഞു സ്വിലുൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കണം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നിടത്താണ് കുടുംബമുണ്ടാവുക. കൂടിച്ചേരുമ്പോൾ സന്തോഷം വേണം. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഉള്ളവനും ഇല്ലാത്തവരുമൊക്കെ അകൽച്ചയില്ലാതെ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പമുണ്ട്. അതുകൊണ്ടാണ് കുടുംബം എന്ന പേര് തന്നെ വരാൻ കാരണമെന്നാണ് പറയാ. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം അത്രേ. മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് മൂല്യത്തിലൂന്നിയ വാക്കുകൾ നൽകിയ ഉസ്താദ് അവറുകൾക്ക് കുടുംബസംഗമത്തിന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അങ്ങയുടെ പ്രവർത്തന വീതിയിൽ ദീർഘകാലം പ്രകാശിക്കാൻ സർവശക്തൻ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പണ്ഡിത്യ സാന്നിധ്യം സിൻസാർ ഹഖൂദവി ഉസ്താദ് അവറുകളെയും ഏറ്റുവാങ്ങുന്നതിന് മിസ്റ്റർ അഷ്റഫ് പയ്യനാടിനെയും സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ സമദ് സാറിനുള്ള ഉപഹാര സമർപ്പണം നടക്കുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സമദ് ഡോക്ടറുടെ ഉപ്പയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി ശ്രീ ഉസ്താദ് സിൻസാർ ഹഖൂദവി അവറുകളെയും ക്ഷണിക്കുന്നു. തന്റെ അർപ്പണബോധം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വപ്ന സാക്ഷാത്കാരത്തിലെത്തിയ നാമൊക്കെ സമാധാനത്തോടെ വസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാവലാളായി മാറിയ നമ്മുടെ കുടുംബ സംഗമത്തിന്റെ അഭിമാന താരം, ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്ത മിസ്റ്റർ ആസിഫ് സഹീറിനുള്ള ഉപഹാര സമർപ്പണം വേദിയിൽ നടക്കുന്നു. തന്റെ ജീവിത തിരക്കുകൾക്കിടയിൽ ഈ സ്നേഹസംഗമത്തെ സാന്നിധ്യം കൊണ്ട് വർണ്ണാഭമാക്കിയ ഉസ്താദ് സിൻസാർ ഹഖ് ഉസ്താദ് അവറുകൾക്കുള്ള ഉപഹാര സമർപ്പണം നടക്കുന്നു. നൽകുന്നതിന് വേണ്ടി സംഗമം ചെയർമാൻ ഷെരീഫ് എന്ന നാണിക്കാക്കയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉസ്താദിനെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഉസ്താദ് രണ്ട് വരി പാടാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ തൽക്കാലം ഒരു രണ്ട് വരി പാടാൻ ഉസ്താദിന് കേൾക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ രണ്ട് കാര്യം പറയണമെന്നുണ്ട്. കാരണം ഇത്രയും നാൾ ഇപ്പോൾ ഒരു 10 വർഷത്തോളമായിട്ട് ടി വിയിലൂടെയും യൂട്യൂബിലൂടെയാണ് ആളെ കാണുന്നത്, നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒരു വേദിയിൽ വെച്ചായതിൽ വടക്കാങ്ങര കുടുംബത്തിനോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേക നന്ദി. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. നിത്യവും നിന്റെ മുന്നിൽ സുജൂദിൽ വീണേ, നീറും വ്യഥയെണ്ണി പറഞ്ഞിടുന്നേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. അടുത്തതായി ഉപഹാരം നൽകുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി വടക്കാങ്ങര കുടുംബത്തിലെ നമ്മുടെ പ്രിയ അധ്യാപകൻ സുഫിയാൻ ഉസ്താദ്, അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാം. तू ही तू जन्नत मेरी, तू ही मेरा जुनून, तू ही तू मन्नत मेरी, तू ही रूह का सुकून, तू ही अखियों की धंधक, तू ही दिल की है दस्तक। और कुछ ना जानूं मैं, बस इतना ही जानूं, तुझ में रब दिखता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। सजदे सर झुकता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। कैसी है ये दूरी, कैसे मजबूरी, मैंने नजरों से तुझे छू लिया। ओ हो कभी तेरी खुशबू, कभी तेरी बातें, बिनु मांगे ये जहां पा लिया। तू ही दिल की है रौनक, तू ही जन्मों की दौलत। और कुछ ना जानूं, बस इतना ही जानूं, तुझ में रब दिखता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। सजदे सर झुकता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। रब ने बना दी जोड़ी है, चमचम आए मुझे तरसाए, तेरा साया छेद के चूमता। ओहो तुझे मुस्काए, तुझे शर्माए, जैसे मेरा ये खुदा चूमता। तू ही मेरी है बरकत, तू ही मेरी इबादत। और कुछ ना जानूं,
बस इतना ही जानू तुझ में ഒന്ന് കൈയടിച്ചേ. यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं सजदे सर झुकता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं हसदी 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 दिल की दिल विच हसदी 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 दिल नू देती हसदी रब ने बना दी जोड़ी കാളികാവിൻ ചണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരേറും തേനോ കാളികാവിൻ ചണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പ് നൽകുളിരേറും തേനോ നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ വാരിയം കുന്നത്തുൻ്റെ ധീരശൂഭരേ നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ വാരിയം കുന്നത്തുന്ന ധീരശൂഭരേ പച്ച വിരിച്ചു കുറി മണം ചിന്തുന്ന വെള്ളമങ്ങാടിന്റെ മണ്ണിൽ വെള്ള പിശാചിന്റെ തോക്കിന് മുമ്പിൽ നെഞ്ച് കണിച്ചൊരു ചെണ്ട് പച്ച വിരിച്ചു കുറി മണം ചിന്തുന്ന വെള്ളമങ്ങാടിന്റെ മണ്ണിൽ വെള്ള പിശാചിന്റെ തോക്കിന് മുമ്പിൽ നെഞ്ച് കണിച്ചൊരു ചെണ്ട് കാളികാവിൻ ചണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരേറും Xhaka is going to be a penalty shootout. It's finished 3-3. Mario Gavranovic is going to be first up against Hugo Lloris. 5 penalties each. Paul Pogba has been Manchester United's penalty taker at times. Very, very calmly taken, waited. Fabian did score against England. It's very, very calmly taken, waited. Olivier Giroud. Sends the goalkeeper the wrong way. And it's 2-2. Manuel Akanji of Borussia Dortmund.
but he outwitted Lloris, and it's 3-2 Switzerland. Piles the jeopardy. Match point Switzerland. France must score their fifth penalty. Saved! Saved! And this epic story has a hero and a villain. It's a happy ending for Switzerland. The first penalty shootout of the tournament so far produces the biggest shock of the tournament so far. Dizemos não ao racismo. Nein zum Rassismus. Nei til rasism. Nei til rasisme. No to racism. No al racismo. Ensemble on fait le show. On t'invite à la magie, y a pas de raccourci. Oublie tes soucis, c'est bien faire la folie. On t'invite à la magie, y a pas de raccourci. Oublie tes soucis.
dreamers, we make it happen. Guess we believe it. Look who we are the dreamers. We make it happen, cause we can see it. Let's do the one that keep the passion. Respect, oh yeah. Let's do the one that can imagine. Respect, oh yeah. Essa bola vai rolar, mundo é tapete verde. Quando a bola chega lá, coração fica na rede, na rede, na rede. Olá, olá. La 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 la. La 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 la. I dare you. Lego. 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 Feel how the planets become one. We take a drum to this and rhythm. Hear the whistle, kick the ball. The entire world soars like an eagle, and we all we play like we dance. Only today, there's no tomorrow. Leave all behind in this place. There's no space for fear or sorrow. Is it true that you want it? Then act like you mean it. With everyone watching, it's truth or dare. Can you feel it? La 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 la. La 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 la. I dare you. Lego. Lego. You're a good soldier, choosing your battle. Pick yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. The pressure's on, you feel it, but you got it all, believe it. When you fold it up, oh, oh, and if you fold it up, eh, eh, tamina, mina, sangalewa. Cause this is Africa. Tamina, mina, eh, eh, waka, waka, eh, eh, tamina, mina, sangalewa. This time for Africa. Oh, eh, eh, tango, eh, eh, tamina, mina, sangalewa. Anawa, ah, ah, tango, eh, eh, tango, eh, eh, tamina, mina, sangalewa. Anawa, ah, ah. This time for Africa. This time for Africa. Hiya, hiya, hiya. Hiya, hiya, hiya. You know what it is. Hiya, hiya, hiya. Hiya, hiya, hiya. Red one. Hiya, hiya, hiya. Hiya, hiya, hiya. Davido. Hiya, hiya, hiya. Hiya, hiya, hiya. I heard something beautiful. Not just music, but also this call to celebration. This is all so new. All that I have known before was a land that seemed to be in turmoil, with families forgotten, and I stopped hearing your voice.
Come on over. I'm not sure. Am I welcome? We sent out the call because everyone is welcome. This is an invitation to the whole world. I remember even after hearing the call, instead of seeing another way, we dismissed it and demanded our own way. And now the world feels even more distant and divided. How can so many countries, languages, and cultures come together if only one way is accepted? يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാനാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിലേറ്റം ആദരണീയൻ നിങ്ങളിൽ കൂടുതൽ ഭയഭക്തിയുള്ളവനാണ് തീർച്ച. We were raised to believe that we were scattered on this earth as nations and tribes, so we could learn from each other and find beauty in our differences. I can see it. What unites us here in this moment is so much greater than what divides us. How can we make it last longer than just today? With tolerance and respect, we can live together under one big home. In Arabic, Beit al-Sha'ar is the Bedouin tent. Wherever it is built, that is home. And when we call you here, we welcome you into our home. So we gather here as one big tribe, and earth is the tent we all live in. Yes, and together we can send out the call for all the world to join us. വടക്കാങ്ങര കുടുംബ സംഗമത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്നെ പരിഗണിച്ചതിൽ അതിയായ സന്തോഷം ഞാനിവിടെ അർപ്പിക്കുന്നു. വേറെന്താണ്? ഷെസി. ഷെസി എന്താണ്? അല്ല, കുട്ടിനോട് വരാൻ പറഞ്ഞു. അല്ല, ഇന്നെ വിളിച്ചപ്പോൾ അല്ല, ഞാൻ കുട്ടിയെ വിളിച്ചു, കുട്ടി വന്നു. നിങ്ങളാരും വിളിച്ചിട്ടില്ലല്ലോ. അല്ല, ഇന്നലെ ഇപ്പോൾ വിളിച്ചത്. അത് കുട്ടിയെന്ന് വിളിച്ചു. മീൻസ് എന്താ പേരെന്താണ്? ഷെസി. ഷെയ്സിൻ. ഷെയ്സിയാണ് വന്നത്. നിങ്ങളെ ഈ കുട്ടിയും കുട്ടി, ഞാനും കുട്ടി. അതെങ്ങനെ നിങ്ങൾ കുട്ടിയാന്ന്? കുറച്ച് മുതിർന്ന ആളല്ലേ. കുട്ടിയെന്ന് ഉദ്ദേശിച്ച് ഇത്തരം പ്രായമുള്ള ആളുകളാണ്. ഇന്നെ വീട്ടിലെ കുട്ടീന്നാണ് വിളിക്കല്. ആ, അത് ശരി. കുട്ടി, കുഞ്ഞാണി, നാണി, നാണിപ്പൊക്കെ വിളിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ കുട്ടീന്നാണ് വിളിക്കല്. എന്താ പേര്? എൻ്റെ പേരോ? എൻ്റെ പേര് എനിക്കറിയാം.
എടോ തൻ്റെ പേര് തനിക്കറിയാന്ന് എനിക്കറിയാം. വടിച്ചു തന്നെ. എന്റെ പേര് എനിക്കറിയാം. എടോ തൻ്റെ പേര് തനിക്കറിയാന്ന് വടിച്ചു തന്നെ. പേര് പറയൂ. എനിക്കറിയാ. എടോ തനിക്കറിയാന്ന് എനിക്കറിയാം. എന്താ പേര് പറഞ്ഞുള്ള ആളുകൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാജിക് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ എനിക്കറിയാ. എനിക്കറിയാ. ഓ എനിക്കറിയാം. ഓ കറിയാന്ന പേര്. ഓ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. എനിക്കറിയാം. അച്ഛൻ്റെ പേര് ആർക്കറിയാ? ആർക്കും അറിയില്ലേ? അതല്ല, ആർക്കറിയാ. ഓ ആർക്കറിയാം മകൻ. അമ്മേൻ്റെ പേര് ഒബാമ. ഒബാമ പഴയ അമേരിക്കൻ പ്രസിഡന്റാണ്. അത് ഒബാമ, ഇത് ഒബാമ. ഒബാമ എന്ന പേര്. ഓക്കെ. അപ്പോൾ ഇവിടെ സഹകരിക്കുക മാജിക്കാണ്. അല്ല, മാജിക് കാണാനല്ല, മാജിക് ചെയ്യാനും പഠിക്കണം. അതിനാണ് വന്നത്. ഞാൻ നിങ്ങളെ ഹെൽപ്പിങ്ങിനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ഇപ്പം മാജിക് പഠിക്കണം വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് മാജിക് പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ കുട്ടിക്ക് അവസരം കൊടുക്കാം. എന്താ പേര്? സൈസാണ്. ഷെസിൻ. ഷെയ്സിൻ. അപ്പോൾ ഷെയ്സിന് മാജിക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ ഉണ്ട്. അപ്പോൾ നല്ല ശക്തിയൊക്കെ ഉണ്ടോ? ഉണ്ട്. നല്ല ബലമുണ്ടോ? നമുക്ക് ആദ്യം ബലം ടെസ്റ്റ് ചെയ്യാം, അതിനുശേഷം മാജിക്കിലേക്ക് പ്രവേശിക്കാം. കൈവശം ഒരു വിസിറ്റിംഗ് കാർഡ് പോലെയുള്ള ഒരു പേപ്പർ പീസ് ഉണ്ട്. ഇതൊന്ന് കീറിയാൽ മതി. കീറിക്കോളൂ. എന്താണ് പറ്റുന്നില്ലേ? പറ്റുന്നില്ല. അതായത് നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. എപ്പോഴും നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയേണ്ടത്, മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും, ഐ ക്യാൻ എന്നാണ് പറയേണ്ടത്. എനിക്ക് കഴിയും. എന്താ പറയേണ്ടത്? ഉറക്കെ പറയൂ. ഇനി ഉറക്കെ പറയൂ. ഈ ഓഡിറ്റോറിയത്തിൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് ഐ ക്യാൻ എന്ന് പറയും പ്ലീസ്. നമ്മുടെ മനസ്സിനോട് നമ്മൾ പല ആവർത്തി എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അത് നടക്കും. അതുകൊണ്ട് ഇതാകെ വേസ്റ്റ് ആയിട്ടുണ്ട്. വേറെ പേപ്പർ കൊടുക്കാം. ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യാണ്. ഈ മുകളിൽ പിടിച്ചിട്ട് പറ്റുന്നില്ല. കാരണം ഐ കാണ്ട് എന്നാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. നെഗറ്റീവ് എനർജി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം. എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ് കുട്ടികൾ? എന്താണ്? അപ്പോൾ മാജിക് അങ്കിൾ ഇതിനകത്ത് ഐ ക്യാൻ എന്ന് എഴുതുകയാണ്. ഇനി ഉറക്കെ പറയൂ. ഐ ക്യാൻ. അങ്ങനെ ആർക്കും വേണ്ടി ഐ ക്യാൻ പറഞ്ഞ പോരാ. ഐ ക്യാൻ. യെസ്. ഒരു ക്ലാപ്പ് എടുക്കൂ. വെരി ഗുഡ്. അപ്പോൾ മാജിക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാജിക് അങ്കിള് സമ്മാനം തരും. വേണോ? തരും. പക്ഷെ അതിനു മുമ്പ് ചില അങ്കിളുമായി സഹകരിക്കണം. റെഡി അല്ലേ? അപ്പോൾ മാജിക് അങ്കിൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാജിക്കിൽ മന്ത്രമുണ്ട്. മന്ത്രം പറയേണ്ടത് അബ്രാകഡബ്ര അബ്രാകഡബ്ര അബ്രാകഡബ്ര. ഒന്ന് പറയും. അതെന്ത് മന്ത്രമാണ്? അബ്രാകഡബ്ര 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 പറയും. ഓക്കെ, നമുക്ക് ശ്രമിക്കാം. മിസ്റ്റർ കറിയ പ്ലീസ് കം. കർച്ചീഫ് ഉണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ കർച്ചീഫ് ഒന്നും ചെയ്യരുത്, നാശാക്കരുത്. എനിക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്, അപ്പം അതിന് വാങ്ങിയതാ. അല്ല, കല്യാണത്തിന് എന്തിനാണ് കർച്ചീഫ്? ഓ, പുതിയ അങ്ങനെ തലയിലിട്ട് വൈബ്. അത്ര വൈബ് മതി. കൊടുക്കൂ. ഇത് പിടിച്ചു. അല്ല, ഒന്നും ചെയ്യില്ല. ഇവിടെ നിന്നാ മതി. എന്ത്? നാളെ കല്യാണം ഉണ്ട്. ആ കല്യാണം നടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം. ഓക്കെ, മാജിക് അങ്കിൾ ചെയ്യുന്ന പോലെ ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. റെഡി അല്ലേ? റെഡി.
അപ്പം ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യരുതെന്ന്. നാളെ കല്യാണത്തിന് വാങ്ങിയതാണ്. ഹലോ മിസ്റ്റർ, മാജിക്കാണ് ഈ കുട്ടിക്ക് അബദ്ധം പറ്റിയതാണ്. കാരണം മാജിക്കിൽ മന്ത്രം ചെല്ലാൻ വിട്ടുപോയി, മറന്നുമില്ല മോനെ. ആ മാജിക്കിൽ മന്ത്രം ചെല്ലാണ് മറന്നുപോയതാണ്. അത് എന്ത് ചെയ്യും? മന്ത്രം ചെല്ലാൻ മറന്നു. എനിക്ക് നാളെ കല്യാണത്തിന് ഇത് വാങ്ങിയതാണ്. ഞാൻ ഇപ്പോൾ വൈബാക്കായിരുന്നതല്ലേനോ, അത് നിങ്ങളിത് ഓട്ടാക്കി തന്നു. നാളെ എനിക്ക് കല്യാണത്തിന് കർച്ചീഫ് വേണം. ഇപ്പോൾ ഒരു അനാസ്ഥ വന്നുപോയി, സാരമില്ല. കാരണം ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടെത്തി ആ വിജയം ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടി പത്രക്കാരുടെ മുമ്പിൽ വന്ന് അത് പ്രദർശിപ്പിക്കുമ്പോൾ തൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ നിന്നും ബൾബ് താഴെ വീണ് പൊട്ടുകയും ആ പരീക്ഷണം വേറെ ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തു. വീണ്ടും പരീക്ഷണത്തിന് വേണ്ടി അതേ അസിസ്റ്റൻറ്റിനെ കൊണ്ടുവന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ അനാസ്ഥ മൂലമാണ് അത് പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ ലോകപ്രശസ്തനായ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു, അദ്ദേഹം ഒരു വർഷം പരാജയപ്പെട്ടു, അദ്ദേഹത്തിന് വിജയിക്കാനുള്ള അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് നമ്മൾ അവസരം കൊടുക്കണ്ടേ? യെസ് ഓർ നോ? യെസ്, ഉറക്കെ പറയൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അവസരം കൊടുക്കാൻ പോവുകയാണ്. ഈ മാജിക്കിന് വേണ്ടി എനിക്ക് മിസ്റ്റർ കറിയ ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ സേവനം ആവശ്യമാണ്. പ്ലീസ് കം. നിങ്ങൾ ഒന്ന് തിരിഞ്ഞു വെക്കൂ, ആളുകൾ കാണട്ടെ. കല്യാണത്തിനോ മോതിരം ഉണ്ടല്ലേ? ഓക്കെ, ഈ മോതിരം മതി. മോതിരണ്ട്, തരൂല അത് തരാൻ പറ്റൂല. സ്വർണ്ണാണത്, അത് സ്വർണ്ണമോതിരാണ്. അത് സ്വർണ്ണമോതിരാണ്. ആ പോയ ആകെ പ്രശ്നമാവട്ടോ. കുട്ടിയെ കളയരുത് കേട്ടോ, സ്വർണ്ണാണത്. അപ്പോൾ നമുക്കൊരു സ്വർണ്ണമോതിരം, മിസ്റ്റർ കറിയുടെ സ്വർണ്ണമോതിരം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണമോതിരം വെച്ചിട്ടാണ് മാജിക് അവതരിപ്പിക്കുന്നത്. മോതിരം ശരിക്കും നോക്കണം, കണ്ടില്ലേ? റൈറ്റ്, സ്വർണ്ണമോതിരം ഇതിനകത്തുണ്ട് അല്ലേ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് വിടൂ. ഓക്കെ, പിടിച്ചോളൂ. ഇനി മന്ത്രമാണ് ചെല്ലുന്നത്. റെഡി അല്ലേ? സ്വർണ്ണമോതിരം അല്ലേ? യെസ് യെസ് ഓർ നോ? യെസ്. ഫോക്കസ് പറയൂ. യെസ്. അബ്രാകഡബ്ര, അബ്രാകബ്ര, അബ്രാകഡബ്ര, അബ്രാകഡബ്ര, ഓം ഫും. ദിമകൂതെ. മോതിരം കാണാതാക്കൽ അത്ഭുത വിദ്യ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. വിജയിച്ചിട്ടില്ല മിസ്റ്റർ. എന്റെ മോതിരം ഇവിടെ. അതിനാ പറഞ്ഞല്ല കളയരുത്. കുട്ടിങ്ങോട്ട് വരൂ. അപ്പോൾ മാജിക് അവതരിപ്പിച്ച് വിജയിപ്പിച്ച ഈ കുട്ടിക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ഇങ്ങനെ ആവരുത്. എന്റെ മോതിരം ഇവിടെ, അത് സ്വർണ്ണാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാണത്. ഈ സ്വർണ്ണമോതിരം നമുക്ക് വരുത്താം, പക്ഷെ പ്രശ്നമൊന്നുമില്ല, മാജിക്കിലൂടെ വരുത്താം. ഈ കുട്ടിക്ക് സമ്മാനം കൊടുക്കട്ടെ. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കാൻ കേട്ടോ. സ്വർണ്ണമോതിരല്ലേ പോയതേ, അപ്പൊ പറഞ്ഞതാണ് ഒന്നും ചെയ്യരുത്. അത് സ്വർണ്ണാണത്. ഇതെന്താ പായോ? മാജിക്കിലൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കാണാതായി കഴിഞ്ഞാൽ കുറച്ച് റോബസ്റ്റ് പയം തിന്ന. വളരെ മനോഹരമായി മാജിക്കുമായി സഹകരിച്ച ഈ വിദ്യാർത്ഥിക്ക് മാജിക് അക്കാഡമിയുടെ വക ഒരു സമ്മാനമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു സമ്മാനം ഞാൻ വാഗ്ദാനം ചെയ്യാൻ പോവുകയാണ്. വളരെ രസകരമായ ഒരു ബോട്ടിൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് വേണോ? വുഡ് യു ലൈക്ക്? ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇതിഷ്ടമായോ? ഈ വേണോ? പക്ഷെ അതല്ല, അതിനകത്തുള്ള ഒരു സാധനമാണ് മാജിക് അങ്കിൾ തരാൻ പോകുന്നത്. മാജിക് അങ്കിൾ മാന്ത്രിക വടി ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിനകത്ത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. റെഡി? ഇതൊരു ബോട്ടിലാണ്. ഇത് കണ്ടോ? ശരിക്കും കണ്ടോ? ഇത് വേണോ? വേണം. ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ വേണമെന്ന് പറഞ്ഞു. കാരണം ഇവന് അറിയില്ല, അതുകൊണ്ടാണ്. ഇത് കിങ് ഫിഷർ എന്ന് പറയുന്ന ഒരു മദ്യമാണ്.
കാരണം നമ്മളെ കുട്ടികൾക്ക് ഇന്ന് തിരിച്ചറിവില്ലാതായിരിക്കുന്നു. മദ്യം, മയക്കുമരുന്നൊക്കെ പല രൂപത്തിലും ഇന്ന് വീടുകളിലും അതുപോലെ തന്നെ വീടിനടുത്തുള്ള കടകളിലും സ്കൂളിനടുത്തുള്ള കടകളിലൊക്കെ സുലഭമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ കിങ് ഫിഷർ എന്ന് പറയുന്ന മദ്യമാണ്, അത് കുടിക്കാൻ പാടില്ല, അത് തെറ്റാണ്. പക്ഷെ അത് അറിയാനുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിലില്ല. അത് വലിയ അപജയത്തിലേക്ക് സംഭവിക്കും. അതുകൊണ്ട് ഇത് വേണ്ടല്ലോ. എന്താ കാരണം? മദ്യമായതുകൊണ്ട്. ഒരു ക്ലാപ്പ് കൊടുക്കൂ പ്ലീസ്, ബാക്കിലേക്ക്. അപ്പോൾ മദ്യവും മയക്കുമരുന്നും നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമ്മൾ പടപൊരുതേണ്ടതായിട്ടുണ്ട്. മാജിക്കിലൂടെ ഇതിന് മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. റെഡി, 1 2 3. അടുത്തായി മാജിക്കിൽ ഒരു രൂപമാറ്റം സംഭവിച്ചുകൊണ്ട് ഒരു ഡ്രിങ്ക്സ് ആയി, അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വേണ്ടി സ്പോർട്സ് താരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്ക് വേണോ? വേണ്ട എന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അതെന്താണ് എന്ന് അവന് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാത്ത സാധനങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം, ഒരു മനക്കരുത്ത് നമ്മളെ കുട്ടികൾ ആർജിക്കേണ്ടതുണ്ട്. നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയണം. അപ്പോൾ ഇത് വേണ്ട, അതും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. നമുക്കത് മാറ്റാം. റെഡി, 1 2 3. നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന തീൻമേശകളിൽ വരുന്ന ഒരു ഡ്രിങ്കാണിത്. ഇത് വേണോ? അതും വേണ്ടായിരുന്നു. ഒരു ക്ലാപ്പ് കൊടുക്കൂ പ്ലീസ്. ഇതും വേണ്ട എന്ന് പറയാനുള്ള ആർജവമാണ് ഇന്നത്തെ തലമുറ കാണിക്കേണ്ടത്. കാരണം ഇതും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്, അതൊരുപാട് കെമിക്കലാണ്. അതും വേണ്ട. പലപ്പോഴും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലഹരി ഉൽപ്പന്നങ്ങളിലേക്കും നമ്മളൊക്കെ ചെല്ലുന്നത് ഒരു സ്മാളിലൂടെ ഒരു ചെറിയ പഫ് എടുത്തിട്ടൊക്കെ ആയിരിക്കും. ഒരു കാരണവശാലും അവിടെ നോ എന്ന് പറയാൻ നമ്മളെ കുട്ടിയെ പരിശീലിപ്പിക്കണം. ഒരിക്കലും മദ്യവും മയക്കുമരുന്നും നമ്മുടെ ആരോഗ്യത്തിന് ഹിതകരമല്ല, അത് ദോഷം ചെയ്യും. അതിനുവേണ്ടി ഒരു കഥ പറഞ്ഞുകൊണ്ട് അടുത്ത മാജിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു പുഴയുടെ വക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മഴവെള്ളപ്പാച്ചിൽ ഒരുപാട് വസ്തുക്കൾ പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ ഞാനത് എടുക്കട്ടെ? അപ്പോൾ ഗുരു പറഞ്ഞു വേണ്ട. അങ്ങനെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ പുഴയിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന് ചോദിക്കുകയാണ്, ഞാനത് എടുക്കട്ടെ? അപ്പോൾ ഗുരു പറഞ്ഞു വേണ്ട. അങ്ങനെ പറഞ്ഞ സമയത്ത് അവസാനം തണുത്ത് വിറക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കമ്പിളിപ്പതപ്പ് ഇങ്ങനെ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇത് കണ്ടപ്പോൾ ശിഷ്യൻ ചോദിക്കുകയാണ്, ചോദിച്ചില്ല, എടുത്ത് ചാടി. അങ്ങനെ കമ്പിളിപ്പതപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് കമ്പിളിപ്പതപ്പല്ല, അതിനെ പിടിച്ചു. അതൊരു കരടിയായിരുന്നു. ആ കരടി ശിഷ്യനെ മുറുകെ പിടിച്ചു, ആയത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോവുകയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ആ കമ്പിളിപ്പതപ്പ് വിടൂ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ ഇത് കമ്പിളിപ്പതപ്പല്ല, കരടിയാണ്, ഇതെന്നെ വിടുന്നില്ല, ഞാൻ ആയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഇന്ന് ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തെ കൊച്ചു കുട്ടികളെ, പെൺകുട്ടികളെ ഉൾപ്പെടെ ഇന്ന് കാർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു തോന്നൽ വരും. നോക്കാം. അതെ, മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് ഒരു തുള്ളി പോലും, ഒരു പഫ് പോലും അടിക്കരുത്, അത് ദോഷമാണ് എന്ന് കുട്ടികൾ പ്രത്യേകം അനുവർത്തിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് അവരെ കൗൺസിലിംഗ് നടത്തി മുന്നോട്ട് കൊണ്ടുവരിക. നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിലിണ്ടറാണ്. ഈ സിലിണ്ടർ ഒരു കൗൺസിലിംഗ് സെൻ്ററായി സങ്കല്പിക്കുക. ഇദ്ദേഹത്തിൻ്റെ മദ്യം അദ്ദേഹത്തെ കൗൺസിലിംഗ് സെൻ്ററിലാക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. വാട്ട് വിൽ ഹാപ്പൻ? റെഡി? അതുപോലെ തന്നെ ഒരു ജാറ് കാണിക്കുന്നുണ്ട്. ഈ ജാറിനകത്ത് ഒന്നുമില്ല. ഇതിലേക്ക് ഈ മദ്യം ഒഴിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരണം ചെയ്ത് അവരെ കൗൺസിലിംഗ് നടത്തി റീഡക്ഷൻ സെൻ്ററിൽ എത്തിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാൽ അവരെ കുടുംബം സന്തോഷിക്കും, ഈ സമൂഹം സന്തോഷിക്കും. എന്താണ് മാജിക്കിലൂടെ സംഭവിക്കുക? റെഡി? 1 2 3.
അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരുന്ന് കാണുക പ്ലീസ്. എന്തുകൊണ്ടാണ് നമ്മളെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ മദ്യവും മയക്കുമരുന്നും തേടിപ്പോകുന്നത്? അല്ലെങ്കിൽ അവർക്കൊന്നും ഉപദേശങ്ങൾ ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് അനുസരിക്കാത്തത്? കാരണം അവരുടെ ബുദ്ധി വികാസത്തിൻ്റെ സ്റ്റേജാണ്. 8 മാസം മുതൽ 8 വയസ്സ് വരെ 50%, പിന്നീട് ഏകദേശം 12 വയസ്സ് വരെ അതിൻ്റെ 70%, 18 വയസ്സോട് കൂടിയിട്ടാണ് ഏകദേശം ബുദ്ധി വികസിക്കുക. 18-ന് ശേഷം അവർക്ക് ഒരു ബോധം മനസ്സിലാവും, കുട്ടിക്കാലത്ത് ചെയ്തതൊക്കെ ചിലതൊക്കെ തെറ്റായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തലച്ചോറിന് പക്വതയാർജിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ. ഇപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് നിന്ന് വെള്ളം ഇവിടെ ചെതറിപ്പോയി. ഇതേപോലെയാണ് നമ്മൾ മുന്നിലിരിക്കുന്ന ഈ കൊച്ചു നിഷ്കളങ്കരായ കുട്ടികൾ. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിനുള്ള സാഹചര്യം നമ്മൾ വീട്ടിൽ നിന്ന് ഒരുക്കിയില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. പ്ലീസ് കുറച്ച് ബാക്കിലേക്ക്, കുറച്ച്. ഓക്കെ, ഇവനൊരു സമ്മാനം നൽകാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് അല്പം മദ്യമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് കൂൾ ബാറുകളൊക്കെ മാറി ബാറിലേക്ക് കേരളം ചെന്നെത്തിയിരിക്കുകയാണ്. വളരെ വളരെ വിപത്തിലേക്ക് നമ്മുടെ സമൂഹം ചെന്നെത്തുന്നുണ്ട്. അതുകൊണ്ട് മദ്യമല്ല വേണ്ടത്, വെള്ളമാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സഞ്ചിയാണ്, ഒരു മാജിക്കൽ കിറ്റാണ്. പിന്നീട് കുട്ടിയുടെ കയ്യിൽ ഒരു യെല്ലോ കർച്ചീഫ് ഉണ്ട്. എൻ്റെ കൈവശം 2 കർച്ചീഫുകളുണ്ട്. ഈ 2 കർച്ചീഫുകളിൽ ഒരു കർച്ചീഫ് ഞാൻ ഒരു മുതിർന്ന ഒരാൾ ഒന്ന് സ്റ്റേജിലേക്ക് വരണം പ്ലീസ്. ഒരാൾ, ആരെങ്കിലും ഒരാൾ, മുതിർന്ന ആൾ, പെട്ടെന്ന് മുതിർന്ന ആൾ ഒന്ന് വരുമോ? പെട്ടെന്ന് പ്ലീസ് വരൂ. യെസ്, നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഓക്കെ, എങ്ങനെ പിടിച്ചാൽ എൻ്റെ കൈ പിടിച്ചാൽ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പിങ്ക് കളറിലുള്ള 2 കർച്ചീഫുകളുണ്ട്. ഇദ്ദേഹം പാരൻ്റാണ്, ഞാൻ ടീച്ചറാണ്, ഇത് വിദ്യാർത്ഥിയാണ്. ടീച്ചർമാരും രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ ആകുലതയിലാണ്. നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആകുലത എന്താണ്, നമ്മളെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഈ കൊറോണയ്ക്ക് ശേഷം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ നമ്മൾ അറിയാത്ത കേന്ദ്രങ്ങളിലേക്ക് എത്തി. ഈ അടുത്ത കാലത്ത് വളാഞ്ചേരിയിൽ ഒരു തൊപ്പി എന്ന് പറയുന്നൊരു യൂട്യൂബർ വന്ന സമയത്ത് കുട്ടിപ്പട അവിടെ വന്നു കൂടിയത് നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം കേരളത്തിലെ ബുദ്ധി ആളുകളൊക്കെ തന്നെ പിന്നെ സാംസ്കാരിക നായകരൊക്കെ തന്നെ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ കുട്ടികളൊക്കെ തന്നെ പല രീതിയിലും ഉള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ സമൂഹത്തിന് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് കുട്ടികളുടെ ഒരവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനകത്തേക്കൊന്ന് കൈയിട്ടാൽ മതി, കൈയിട്. ഒരു ഒഴിഞ്ഞ ബാഗാണ്. ഈ ബാഗിനകത്ത് ഒന്നുമില്ല, അതിനകത്തേക്ക് ഇട്ടോളൂ.
ഇട്ടോളൂ. ഓക്കെ, ഇപ്പം ഞങ്ങൾ രണ്ടാളെ കയ്യിലും കർച്ചീഫുകളുണ്ട്. ഒരു പിങ്ക്, മറ്റൊരു പിങ്ക്, ഇവിടെ യെല്ലോ അല്ലേ? ഈ യെല്ലോ സ്റ്റുഡൻസ് ആണ്. ആരാണ് സ്റ്റുഡൻസ്? ഇത് ടീച്ചേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് പാരൻസ് ആണ്. പാരൻസും ടീച്ചേഴ്സും ഈ വിഷയത്തിൽ ഭയങ്കര ആകുലതയിലാണ്. നമുക്ക് നോക്കാം. നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, അവരെ സ്നേഹം കൊടുക്കാൻ വേണ്ടി, കുട്ടികൾ നമ്മളെ ഫ്രണ്ടായിട്ടാണ് നമ്മൾ കാണേണ്ടത്. എന്ത് നടന്നാലും നമ്മളോട് തുറന്നു പറയാനുള്ള മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇത്തരം കുടുംബ സംഗമങ്ങൾ അതിനു കൂടി വേദിയാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം പാരൻസിനെ പ്രതികരിക്കുന്നു, ഞാൻ ടീച്ചേഴ്സിനെ പ്രതികരിക്കുന്നു, ഇത് കുട്ടികളെ പ്രതികരിക്കുന്നു. ഇതിനകത്ത് കുട്ടികളെ പ്രതികരിച്ചിട്ടുള്ള ഒരു കർച്ചീഫുണ്ട്. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവരേതൊക്കെ സൈറ്റുകളാണ് വീക്ഷിക്കുന്നതെന്ന് രക്ഷിതാക്കൾ നോക്കിയിട്ടില്ലെങ്കിൽ, പാരൻറ്റിങ് നടന്നിട്ടില്ലെങ്കിൽ കുട്ടികൾ ദിശ മാറിപ്പോവും. എത്ര നല്ലവരുടെ മക്കളാണെങ്കിലും ദിശ മാറിപ്പോവും. അതുകൊണ്ട് കുട്ടികളെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം. സോ മാജിക്കിലെ മന്ത്രങ്ങൾ അബ്രാക്കടബ ഒന്ന് മുറുക്കി പിടിച്ചോളൂ. ഇതിങ്ങനെ കുലുക്കിയാൽ മതി. റൈറ്റ്? Ready? 1, 2, 3. അതെ, ഇതുപോലെ നമ്മൾ ചേർത്ത് പിടിക്കണം. കുട്ടികൾ നമ്മളെ സുഹൃത്തുക്കളാണ്. അവരെല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്നു പറയണം. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഓക്കെ, താങ്ക് യു സർ. സമ്മാനം തരായിട്ടില്ല. ഓക്കെ, സമ്മാനം നൽകാൻ പോവുകയാണ്. ഈ സമ്മാനം നൽകുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൻ്റെ പേരുകളുണ്ട്. എന്താണ്? ക്യാരറ്റ്. ഉറക്കെ പറയൂ. എന്താണ്? ക്യാരറ്റ്. ഗ്രേപ്സ്. എന്താണ്? ഗ്രേപ്സ്. ആപ്പിൾ. അതെ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്, അല്ലാതെ കൃത്രിമ ഭക്ഷണങ്ങളല്ല. അതുകൊണ്ട് ഞാനിത് മറിക്കുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയണം. അവിടെ നിർത്തും, അവിടെ വിരൽ വെക്കണം. അതിലുള്ള സാധനമാണെങ്കിൽ ഇത് എടുക്കാം. റെഡി? നമുക്ക് നോക്കാം.
ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മാന്ത്രികർക്ക് വിശന്നു കഴിഞ്ഞാൽ കടലാസ് കഴിക്കുക എന്നൊരു ഹോബിയുണ്ട്. മുന്നിലിരിക്കുന്ന കുട്ടികൾ ഒരിക്കലും അനുകരിക്കരുത്. മാജിക്കാണ്, അത് ആസ്വദിക്കുക മാത്രം ചെയ്യുക. ഒരിക്കലും അത് കഴിക്കാൻ ശ്രമിക്കരുത്, അത് ദഹനത്തിനെ ബാധിക്കും. മാജിക്കാണ്, മാജിക് ആസ്വദിക്കാം. ശ്രദ്ധിക്കാം. മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഹൗഡിൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് മാജിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, മാജിക് പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ്. വീണ്ടും ചോദിച്ചു, പ്രാക്ടീസ്. വീണ്ടും ചോദിച്ചു, പ്രാക്ടീസ്. നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവ് മാത്രമാണ് മാജിക്, അല്ലാതെ എന്തെങ്കിലും അദൃശ്യ ശക്തിയുടെ കഴിവ് കൊണ്ടല്ല. അതുകൊണ്ട് മാജിക് ഒരു കലയാണ്, കലയായി തന്നെ അംഗീകരിക്കുക. ഈ പുസ്തകം നിരവധി മാജിക്കിലെ രഹസ്യങ്ങളടങ്ങിയ ഒരു ബുക്കാണ്. ഇന്ത്യൻ മാജിക്കിലെ പിതാവ് എന്നറിയപ്പെടുന്ന കൽക്കട്ടയിലുള്ള PC സർക്കാർ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിരവധി മാജിക്കിലെ രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമർശനം ഞാനിവിടെ വെക്കുകയാണ്. ഒരു കാരണവശാലും ഈ ബുക്ക് മറ്റൊരാൾ തൊടാൻ പാടുള്ളതല്ല. തൊട്ട് കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ സംഭവിക്കും. നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ. പിന്നെ എനിക്ക് ഈ മാജിക് ഒന്ന് പഠിക്കണം. ഈ മാജിക് പഠിക്കണം. ഈ മാജിക് പറഞ്ഞാൽ കടലാസ്, പേപ്പർ തിന്നണ്ടേ? ആ മാജിക് പഠിക്കണം. ഓക്കെ, പഠിക്കൂ. ഓക്കസ് പോക്കസ് ഹെസ്ട്രോ സെസ്ട്രോ അബ്രാകഡബ്ര സോഹ. ഓക്കസ് ഫ്രിസ് അങ്ങനല്ല. ഹോക്കസ് പോക്കസ് എസ്ട്രോ സെസ്ട്രോ അബ്രാകഡബ്ര സോഹ. ഓക്കസ് ഫോക്കസ് സോഹ. മതി മതി, ഇതാ ചെയ്തോളൂ. ഇപ്പോൾ മൂപ്പര് ചെയ്തപ്പോൾ ഒന്നും നമ്മൾ ചെയ്തപ്പോൾ ഒന്നില്ല. അതിപ്പോൾ എന്താ സംഭവം? നമുക്ക് ആ മാന്ത്രിക ബുക്ക് ഒന്ന് എടുത്തു നോക്കിയാലോ? അടുക്കരുത് പറഞ്ഞുകൊണോ, എന്നാൽ നമുക്കൊന്ന് എടുത്തു നോക്കാം.
ഇതിൽ കുറേ മന്ത്രങ്ങളുണ്ട്. എങ്ങനെ പൈസ ഉണ്ടാക്കാം? എന്നാൽ ഇതന്നെ നോക്കാം. പിന്നെ ആദ്യം ഒരു പെട്ടി വേണം. ഇപ്പോൾ കുറേ പൈസ കിട്ടി. നമുക്ക് ഒന്നും കൂടി ബുക്ക് എടുത്തു നോക്കിയാലോ? എടുക്കരുത് പറഞ്ഞുകൊണു, കുറേ അനർത്ഥങ്ങൾ സംഭവിക്കും പറഞ്ഞുകൊണു. എന്നാലും നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇനി എന്തെങ്കിലും കിട്ടിയാലോ?
സുഹൃതരായ കലാസ്നേഹികളെ, നിങ്ങൾ ആദ്യം കണ്ടത് ഒരു ഡൈ ബോക്സ് കളിക്കാൻ ഉപയോഗിക്കുന്ന, ഇത് മൊബൈൽ ഫോണായി സങ്കല്പിക്കുക. കുട്ടികൾ മൊബൈൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഗെയിമിന് വേണ്ടിയിട്ടാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, കുട്ടികൾ അതിന് അഡിക്റ്റ് ആവുന്നു, പിന്നെ രസകരമായ കാഴ്ചകളിലേക്ക് പോകുന്നു, പഠനത്തിൽ താല്പര്യം കുറയുന്നു. പക്ഷേ ഒരുപാട് പഠിക്കാനുള്ള അറിവുകൾ ഇൻ്റർനെറ്റിനകത്തുണ്ട്. ആ അറിവാണ് നമ്മൾ ശേഖരിക്കേണ്ടത്, അല്ലാതെ ഗെയിം കളിച്ച് നമ്മൾ ജീവിതം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ മാജിക്കിലൂടെ നിങ്ങൾ കാണാം. ശ്രദ്ധിക്കുക, ഗെയിമുകൾ മാത്രം കളിച്ചാൽ നിങ്ങൾ ഈ കൂട്ടിലടച്ച പക്ഷിയെപ്പോലെ നിങ്ങളുടെ കഴിവുകൾ നശിച്ച് ആ ഒരു ലോകമായി മാറും എന്നാണ് പറയാനുള്ളത്. ഒരിക്കലും ഗെയിം മാത്രം കളിക്കരുത്, നിങ്ങൾ ഒരുപാട് അറിവ് നേടാനുള്ള അവസരമായി ഉപയോഗിക്കുക. ഇരുന്നാലും മാജിക് കാണാൻ കഴിയുള്ളൂ. പ്ലീസ് ഇരിക്കൂ, പ്ലീസ് സിറ്റ് ഡൗൺ. നോ ഡ്രഗ്സ്. ഉറക്കെ പറയൂ, നോ ഡ്രഗ്സ്. ഉറക്കെ പറയൂ, നോ ഡ്രഗ്സ്. അതുകൊണ്ട് നമുക്ക് ഡ്രഗ്സ് വേണ്ട. അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയെ ദേശീയോദ്ഗ്രഥന മാജിക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധയാനിക്കുകയാണ്. നമ്മുടെ രാജ്യം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാ മതസ്ഥനും മതമില്ലാത്തവനും ഒരുമിച്ച് നേടിയ സ്വാതന്ത്ര്യം ഒരു ചിത്രശക്തികൾക്ക് മുന്നിലും അടിയറവയ്ക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത മാജിക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധയാനിക്കുകയാണ്. ഓക്കെ, ഇവിടെ 3 അറകൾ കവർ ചെയ്തിരിക്കുകയാണ്. 3 അറകൾ ഓപ്പൺ ആണ്. ഈ കവർ ചെയ്ത അറക്കകത്ത് ഒന്നുമില്ല, മാന്ത്രികൻ്റെ അറയാണ്. സോ ഒരു മിനിറ്റ്, മൂന്ന് അറകൾ കവർ ചെയ്തിരിക്കുകയാണ്. അതിൽ 3 അറകൾ ഓപ്പൺ ആണ്. ഇത് വന്ന കാണികളുടേതാണ്. ഈ 3 അറകൾ മാന്ത്രികൻ്റേതാണ്. സോ ഇതിനകത്തൊന്നുമില്ല. പക്ഷേ മാന്ത്രികൻ മുൻകൂട്ടി ഇതിനകത്ത് എഴുതുന്ന ഒരു മാജിക്കാണ്. ഓഡിയൻസിന് മാത്രം നോക്കുക, അങ്ങനെ നിന്നോളൂ, വരി ലൈനായിട്ട് നിന്നോളൂ. റൈറ്റ്, പേരെന്താ പറഞ്ഞു? മെഹറിൻ. മനസ്സിൽ ഒരു കളർ പറയരുത്, ഒരു കളർ വിചാരിച്ചില്ലേ? റൈറ്റ്. ഓക്കെ, താങ്ക് യു. അടുത്ത് ഒരു നമ്പർ, ഒരു 1 ഡിജിറ്റ് നമ്പർ മനസ്സിൽ വിചാരിക്കുക, പറയരുത്, വിചാരിച്ചോളൂ. റൈറ്റ്.
കാൻഡിഡേറ്റിൻ്റെ കൈവശം വ്യത്യസ്തമായ നമ്പറുള്ള കാർഡുകളുണ്ട്. ഈ വ്യത്യസ്തമായ നമ്പറുള്ള കാർഡുകളിൽ നിന്ന് ഇത് വ്യത്യസ്തമല്ലേ? യെസ് ഓർ നോ? ഒരു നമ്പർ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഒന്ന് റിവീൽ ചെയ്തോളൂ, ഒന്ന് കാണിച്ചോളൂ. നമ്പർ 2 അല്ലേ? Yes. Flower 2. So here number 2, yes. Number 5, yes. Pink, yes. Thank you very much. പോയിക്കോളൂ. ഓക്കെ, അടുത്തായി നിങ്ങളുടെ ശ്രദ്ധയെ ദേശീയോദ്ഗ്രഥന മാജിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിക്കുക, 3 വ്യത്യസ്ത കയറുകൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഇത് 3 മതവിഭാഗമായി സങ്കല്പിക്കുക: ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഈ 3 കയറുകൾക്ക് ഞാൻ പേര് നൽകുകയാണ്: അമർ, അക്ബർ, ആൻ്റണി. അമറും അക്ബറും ആൻ്റണിയും ഇന്ത്യയുടെ പ്രതീകമാണ്. അവരെ ഒന്നിച്ചു ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരൊറ്റ ഇന്ത്യ, നമ്മുടെ മത സ്വാതന്ത്ര്യം അനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് അതിന് ചിത്രം നൽകുന്ന ഒരു ശക്തികളുമായി നമ്മൾ ഒത്തുപോകുന്നതല്ല. നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ. सबसे ऊंचा हमसाया आसमां का, वो संतरी हमारा, वो पासबा हमारा, हमारा सारे जहां से अच्छा दोस्ता हमारा, हमारा सारे जहां से अच्छा।
സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷുകാർക്കെതിരെ നാം പോരാടി. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മതമുള്ളവനും മതമില്ലാത്തവനും നാം നേടിയ സ്വാതന്ത്ര്യം ഒരു ശക്തികൾക്ക് മുന്നിലും അടിയറവയ്ക്കില്ല. നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഒരൊറ്റ ഇന്ത്യ. Thank you.